ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. ഇഷ്ടമായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പ്, ഇതേപോലെ ക്യൂടെക്സ് ഒക്കെ നമ്മൾ ഒത്തിരി നാളൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ തുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റബ്ബർ ബാൻഡ് കുടുക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ അതിൻ്റെ മൂടി അഴിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴായിരിക്കും ഈ ഒരു ക്യൂടെക്സ് ഇടുക. അത് അപ്പം തന്നെ ആറി കിട്ടാൻ ചെറിയൊരു പാടായിരിക്കും. പിന്നെ നമ്മൾ ക്യൂടെക്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുടിയൊന്നും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എളുപ്പത്തിൽ തന്നെ അത് പോയി പോവും. അങ്ങനെ വരുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. ഇതേപോലെ ക്യൂടെക്സ് ഒക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം കൈ എളുപ്പത്തിൽ തന്നെ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളമാണ് വേണ്ടത്. എന്നിട്ട് അതിൽ കൈ ഒന്ന് 2 സെക്കൻഡ് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ ഇട്ടിട്ടുള്ള ക്യൂടെക്സ് ആറി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നനച്ചു കൊടുത്താൽ മാത്രം മതി. അതിലേക്ക് അങ്ങ് മുക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് ആറി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നേരെ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്ന് നമ്മൾ ബോട്ടിലൊക്കെ കുട്ടികൾ വെള്ളമൊക്കെ കൊണ്ടുപോകുന്ന ബോട്ടിലൊക്കെ നമ്മൾ അടുപ്പിച്ച് കുറേ ദിവസം കൊണ്ടുപോയി കഴിയുമ്പം അതിൻ്റെ ഉള്ളിൽ ഒരു സ്മെല്ല് വരും. വെള്ളം കുറേ ദിവസമൊക്കെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവും. നമ്മൾ എത്ര തന്നെ സോപ്പിട്ട് കഴുകിയാലും ഈ ഒരു സ്മെല്ല് പോകത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് അരിമണി എടുത്തിട്ട് ഇതേപോലെ ഈ ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. സ്കൂളിൽ കൊണ്ടുവന്ന ബോട്ടിലായാലും ഫ്രിഡ്ജിൽ വെള്ളം സൂക്ഷിക്കുന്ന ബോട്ടിലായാലും ഏതായാലും കുഴപ്പമില്ല. അതേപോലെ തന്നെ ഫ്ലാസ്ക്, അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് പ്രയോജനപ്പെടുത്താം കേട്ടോ. ഈ ഒരു അരിമണി ഒരു ദിവസം മൊത്തം ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി. ഈ ഒരു സ്മെല്ലൊക്കെ പൂർണ്ണമായിട്ട് തന്നെ മാറിക്കിട്ടും. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലത്തെ റാപ്പറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ അറ്റം തിരഞ്ഞ് നടക്കേണ്ടി വരും. അത് അറ്റം കാണാൻ വേണ്ടി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മളെ വിരലിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് കുടുക്കിയിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പം അതിൻ്റെ അറ്റം ഇങ്ങനെ പിരിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അറ്റം കണ്ടുപിടിച്ച് നമുക്ക് എന്തിനാണോ അത് ആവശ്യം അത് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലെ ക്യൂടെക്സ് ഒക്കെ നിലത്തൊക്കെ മറിഞ്ഞൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു അടിപൊളി ടിപ്പാണ്. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പെർഫ്യൂം അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കത് ഈ ഒരു ക്യൂടെക്സ് മറിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. നമ്മളിപ്പം ഇപ്പം തന്നെ മറിഞ്ഞ ക്യൂടെക്സ് ആണെങ്കിലും ഇത് പ്രയോജനപ്പെടുത്താം. അതേപോലെ തന്നെ ഒത്തിരി നാളായിട്ട് ഇങ്ങനെ തറയിലൊക്കെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ക്യൂടെക്സ് ആണെങ്കിലും ഈ രീതിയിൽ തന്നെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ജസ്റ്റ് ഇതേപോലെ തന്നെ നല്ല രീതിക്കൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതി. ശക്തിയായിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ മതി. അപ്പം തന്നെ ഈ ഒരു ക്യൂടെക്സ് ഇളകി വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലെ നമ്മുടെ തറയിലൊക്കെ എണ്ണയൊക്കെ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തുണി വെച്ച് തുടച്ച് കഴിഞ്ഞാലും ആ ഒരു എണ്ണമയം അവിടെ തന്നെ ഉണ്ടാവും. ആ ഒരു എണ്ണമയം അവിടെ ഇല്ലാതെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ്. ഇങ്ങനെ എണ്ണ മറിഞ്ഞ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ അവിടെ തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുക. അതിനുശേഷം ഈ ഒരു സ്ഥലത്ത് കുറച്ച് പൗഡർ ഇട്ടിട്ട് എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് തുടച്ച് മാറ്റിയാൽ മതി കേട്ടോ. ഒരു ഇത്തിരി പോലും എണ്ണമയമൊന്നും അവിടെ ഉണ്ടാവില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലുള്ള എണ്ണയും നമുക്ക് ഈ ഒരു രീതിക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. പൗഡറിന് പകരമായിട്ട് നമുക്ക് ആട്ടയോ മൈദയോ ഉപയോഗിക്കാം കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലെ തന്നെ പൊട്ടിപ്പോയിട്ടുള്ള പാത്രങ്ങളോ അല്ലെങ്കിൽ പാട്ട അല്ലെങ്കിൽ ബക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇട്ട് വെക്കുന്ന പാത്രത്തിൻ്റെ മൂടിക്കൊക്കെ ഇങ്ങനത്തെ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് സാധാരണ കളയാണ് ചെയ്യുക. അല്ലെങ്കിൽ പാട്ടൊക്കെ പെറുക്കാൻ വരുന്നവർക്ക് കൊടുക്കുകയാണ് ചെയ്യുക. അതൊന്നും ഇനി വേണ്ട കേട്ടോ. ഈ ഒരു ടിപ്പ് പ്രയോജനപ്പെടുത്തി നോക്കിയാൽ മതി. ആ ഒരു പൊട്ടിയ സ്ഥലത്ത് കുറച്ച് ഉപ്പ് ജസ്റ്റ് ഒന്ന് ഉപ്പ് ഇങ്ങനെ വിതറി കൊടുക്കുക. ഇത് നന്നായിട്ട് തന്നെ പൊട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ അരിപ്പൊടിയൊക്കെ ഇട്ട് വെക്കുന്ന പാത്രത്തിൻ്റെ മൂടിയാണ് കേട്ടോ. അപ്പോൾ അത് 2 സ്ഥലത്തായിട്ട് ഇങ്ങനെ ചീന്തിപ്പോയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എല്ലായിടെയും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പൊട്ടിയ സ്ഥലത്ത് അതേ അടയാളത്തിൽ തന്നെ നമ്മുടെ ഉപ്പ് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഫ്ലെക്സ് ക്യൂക്കാണ്. ആ ഒരു ഉപ്പിൻ്റെ മുകളിൽ കൂടിയിട്ട് ഈ ഒരു പൊട്ടിയ ഭാഗത്തിന് നേരെ ഈ ഒരു ഫ്ലെക്സ് ക്യൂക്കും ഇതേപോലെ ഒന്ന് ഒറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക കേട്ടോ. പൂർണ്ണമായിട്ട് തന്നെ ഈ ഒരു പാത്രം ഒട്ടി വന്നിട്ടുണ്ടാവും. നമ്മൾ കളയാൻ വെച്ച പാത്രമൊക്കെ ആണെങ്കിൽ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഉപ്പിന് പകരം നമുക്ക് തെർമോക്കോൾ എടുക്കാം. അതല്ല എങ്കിൽ മുട്ടേൻ്റെ തോട് പൊടിച്ചിട്ട് അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഫ്ലെക്സ് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം എത്ര പൊട്ടലുണ്ടോ അത്രയും സ്ഥലത്ത് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ആറാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതൊന്ന് ആറി വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിതാ കാണിച്ചു തരാവേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഉപ്പൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അങ്ങ് പോയിക്കോളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ തുടച്ച് മാറ്റണമെന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഈ ഉപ്പങ്ങ് പൊടിഞ്ഞങ്ങ് പോയിക്കോളൂ കേട്ടോ. ഇനി ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചു തരാവേ. ഒരിത്തിരി പോലും വെള്ളം താഴത്തേക്കൊന്നും തൂവത്തില്ല. അത്രയും നല്ലോണം ഒട്ടി വന്നിട്ടുണ്ട്.
അതാ ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരിത്തിരി പോലും വെള്ളം ലീക്കാവുന്നൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെ ഒട്ടി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു രീതി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനത്തെ പൊട്ടിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് നോക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്